രാഹുൽ, ഈ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇയാൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നറിയുന്നു. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? മറ്റു കാര്യങ്ങൾ, ഈ രോഗം സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കൃത്യമായിട്ടുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെടുത്തി എങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ നീക്കുന്നത്? പൂജ, അതായത് UAE-യിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ ചികിത്സ തേടി എന്നതാണ്. ഈ ലക്ഷണങ്ങൾ പനിയൊക്കെ കണ്ടതുകൊണ്ട് തന്നെ, അതുപോലെ ശരീരത്തിൽ കുമിളകളും തടിപ്പുകളും കണ്ടതുകൊണ്ട് തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ തേടി എത്തുകയാണ് യുവാവ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ വിധത്തിൽ ലക്ഷണങ്ങൾ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഐസൊലേഷനിലേക്ക് മാറ്റുകയും ചികിത്സ തുടരുകയുമാണ് ഉണ്ടായത്. പിന്നീട് ഈ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഏതായാലും UAE-യിൽ നിന്ന് വന്ന പിറ്റേ ദിവസം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ വളരെയധികം ആളുകളുമായി സമ്പർക്കത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് കണക്കാക്കിയിട്ടുള്ളത്. വീട്ടുകാർ, അടുത്ത ബന്ധുക്കൾ, അതുപോലെ സുഹൃത്തുക്കളിൽ ചില ആളുകൾ എന്നിവരുമായി സമ്പർക്കത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരെ നിരീക്ഷണത്തിലാക്കി എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നതും. നമ്മളേതായാലും പഞ്ചായത്ത് പ്രസിഡന്റുമായും സംസാരിച്ചിരുന്നു. എടവണ്ണ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. ഹെൽത്ത് സെൻ്ററും അവിടെ തന്നെയാണ്. നാളെ 10 മണിയോടുകൂടി ഇവിടെ പ്രത്യേക അവലോകന യോഗം ചേരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം എന്നത് ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി വിലയിരുത്തുന്നതിന് യോഗം ചേരുന്നു എന്നതുകൂടിയാണ്. ഏതായാലും കോവിഡോ അല്ലെങ്കിൽ H1N1 ഒക്കെ പോലെ വായുവിലൂടെ പകരാൻ സാധ്യതയില്ലാത്ത അസുഖമാണ്. രോഗം ബാധിച്ച ആളുമായി അടുത്ത സമ്പർക്കത്തിൽ മുഖാമുഖം വരിക, അടുത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അതുപോലെ വസ്ത്രം കൈകാര്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഈ രോഗം വരാനുള്ള സാധ്യത. വരുന്ന ഒരു മാർഗം അങ്ങനെയാണ്. ഏതായാലും ഇതിനകം സമ്പർക്കത്തിൽ വന്ന ആളുകളെ പ്രാരംഭമെന്ന വണ്ണം കണ്ടെത്തി നിരീക്ഷണത്തിലാക്കി എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കഴിയുന്ന യുവാവിൻ്റെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രി അധികൃതരാണെങ്കിലും വ്യക്തമാക്കുന്നത്. പൂജ. ശരി, രാഹുൽ KVയും തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പിലുമാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് തന്നെ 2ാമത്തെ കേസാണ് ഇപ്പോൾ മലപ്പുറത്ത് സ്ഥിരീകരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. എല്ലാ നടപടികളും ആരോഗ്യവകുപ്പ് കൈക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ സമ്പർക്ക പട്ടികയുമായി നോക്കുകയാണെങ്കിൽ അത്രത്തോളം ആളുകളില്ല എന്നുള്ളതും ആശ്വാസകരമാണ്.